ഉൽപ്പത്തി അധ്യായം 10. നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേരുവിവരം. യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷക്ക്, തീരാസ്. ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കനാസ്, റീഫത്ത്, തോഗർമ്മ. യാവാൻ്റെ പുത്രന്മാർ എലീഷ, താർഷിഷ്, കിത്തിം, ദോദാനിം. ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ. അവർ താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവരുന്നു. ഹാമിൻ്റെ പുത്രന്മാർ ഖുഷ്, മിസ്രായിം, ഭുത്ത്, കാനാൻ എന്നിവർ. ഖുഷിൻ്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, റാമ, സപ്തേക്ക. റാമായുടെ മക്കളാണ് ഷെബായും ദദാനും. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു. അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ. അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നായാട്ട് വീരനായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിമ്രോദിനെ പോലെ ഒരു നായാട്ട് വീരൻ എന്ന ചൊല്ലുണ്ടായി. ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബേലും ഏറക്കും അക്കാദുമടങ്ങിയതായിരുന്നു. അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കടന്ന് നിനവെ, റേഹോബോത്ത് പട്ടണം, കാല എന്നിവ പണിതു. നിനവേയ്ക്കും കാലായ്ക്കും മധ്യേ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു. മിസ്രായിമിൻ്റെ മക്കളാണ് ലൂദിം, അനാമിം, ലഹാബിം, നഫ്തുഹിം, പത്രുസിം, കസ്ലുഹിം, ഖഫ്തോറിം എന്നിവർ. കസ്ലുഹിമിൽ നിന്നാണ് ഫിലിസ്ത്യരുടെ ഉത്ഭവം. കാനാന് കടിഞ്ഞൂൽ പുത്രനായി സീദോനും തുടർന്ന് ഹേത്തും ജനിച്ചു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീന്യർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ. പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു. കാനാൻ വംശജരുടെ നാട് സീദോനിൽ തുടങ്ങി ഗെരാറിന് നേർക്ക് ഗാസ വരെയും സോദോമിനും ഗൊമോറായ്ക്കും അത്മായ്ക്കും സെബോയിമിനും നേർക്ക് ലാഷ വരെയും നീണ്ടുകിടന്നു. ഇതാണ് ഭാഷയും ദേശവും കുലവും അനുസരിച്ച് ഹാമിൻ്റെ സന്തതി പരമ്പര. യാഫത്തിൻ്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി. അവൻ ഏബറിൻ്റെ മക്കൾക്ക് പൂർവ്വപിതാവാണ്. ഷേമിൻ്റെ പുത്രന്മാർ ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം എന്നിവരും. ആരാമിൻ്റെ പുത്രന്മാർ ഊസ്, ഹൂൽ, ഗേദർ, മാഷ് എന്നിവരുമായിരുന്നു. അർപ്പക്ഷാദിന് ഷേലാഹും ഷേലാഹിന് ഏബറും ജനിച്ചു. ഏബറിന് 2 പുത്രന്മാരുണ്ടായി. ഒരുവൻ്റെ പേര് പേലഗ്, കാരണം അവൻ്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത്. അവൻ്റെ സഹോദരൻ്റെ പേര് യോക്താൻ. യോക്താൻ്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ്, ഷേലഫ്, ഹസർമവത്ത്, യാറഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഓബാൽ, അബിമായേൽ, ഷെബ, ഓഫീർ, ഹവില, യോബാബ് എന്നിവർ. അവർ പാർത്തിരുന്ന നാട് സേഫാറിലെ മേഷ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടുകിടന്നു. ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ഷേമിൻ്റെ സന്തതി പരമ്പര. ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണ് ഇത്. ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ
ഭൂമിയിലാകെ വ്യാപിച്ചത്. Chapter 10. These are the descendants of Noah's sons, Shem, Ham, and Japheth, to whom sons were born after the flood. The descendants of Japheth, Gomer, Magog, Madai, Javan, Tubal, Meshach, and Tiras. The descendants of Gomer, Ashkenaz, Riphath, and Togarmah. The descendants of Javan, Elisha, Tarshish, the Kittim, and the Rodanim. These are the descendants of Japheth, and from them sprang the maritime nations in their respective lands, each with its own language, by their clans within their nations. The descendants of Ham, Cush, Mizraim, Put, and Canaan. The descendants of Cush, Seba, Havilah, Sabta, Ramah, and Sabteka. The descendants of Ramah, Sheba, and Dedan. Cush became the father of Nimrod, who was the first potentate on earth. He was a mighty hunter by the grace of the Lord, hence the saying, like Nimrod, a mighty hunter by the grace of the Lord. The chief cities of his kingdom were Babylon, Erech, and Akkad, all of them in the land of Shinar. From that land he went forth to Ashur, where he built Nineveh, Rehoboth-ir, and Calah, as well as Resen, between Nineveh and Calah, the latter being the principal city. Mizraim became the father of Ludim, the Anamim, the Lahabim, the Naphtuhim, the Pathrusim, the Kasluhim, and the Kaphtorim, from whom the Philistines sprang. Canaan became the father of Sidon, his firstborn, and of Heth, also of the Jebusites, the Amorites, the Girgashites, the Hivites, the Archites, the Sinites, the Arvadites, the Zemarites, and the Hamathites. Afterward the clans of the Canaanites spread out, so that the Canaanite borders extended from Sidon all the way to Gerar, near Gaza, and all the way to Sodom, Gomorrah, Admah, and Zeboim, near Lasha. These are the descendants of Ham, according to their clans and languages, by their lands and nations. To Shem also, Japheth's older brother, and the ancestor of all the children of Eber, sons were born. The descendants of Shem, Elam, Ashur, Arpachshad, Lud, and Aram. The descendants of Aram, Uz, Hul, Ether, and Mush. Arpachshad became the father of Shelah, and Shelah became the father of Eber. To Eber 2 sons were born. The name of the first was Peleg, for in his time the world was divided, and the name of his brother was Joktan. Joktan became the father of Almodad, Sheleph, Hazarmaveth, Jirah, Hadoram, Uzal, Dikla, Obal, Abimael, Sheba, Ophir, Havilah, and Jobab. All these were descendants of Joktan. Their settlements extended all the way to Sephar, the eastern hill country. These are the descendants of Shem according to their clans and languages, by their lands and nations. These are the groupings of Noah's sons according to their origins and by their nations. From these the other nations of the earth branched out after the flood.